ആസ്ട്രൽ ട്രാവലിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, പ്രൊജക്ഷൻ, ഈ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ കിടക്കുന്നത് നമ്മുടെ ഒരു ബോഡി തന്നെയാണ്. അതിൻ്റെ അപ്പുറത്ത് മെന്റൽ ബോഡി ഉണ്ട്. അങ്ങനത്തെ ഒരു 7 ബോഡീസ് ഉണ്ട്. അപ്പൊ അത് ബോഡീസിനെ കുറിച്ച് എന്താ പറഞ്ഞാൽ, ഇപ്പൊ മാഡം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആസ്ട്രൽ ബോഡിയും മരിക്കണം, മെന്റൽ ബോഡി തന്നെ ലോവർ മെന്റൽ ബോഡിയാണ്, അങ്ങനെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതും കൂടി നശിക്കുന്ന സമയത്ത് മാത്രമേ ഒരു ജന്മം മുഴുവൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. വീണ്ടും പുനർജന്മം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഈ ആത്മാവ് നേരെ പോകേണ്ടത് ഉന്നതാത്മാവിലേക്കാണ്. നിങ്ങളുടെ പേഷ്യൻസ് മാക്സിമം പരീക്ഷിക്കുന്ന വീട്ടിലായിരിക്കും നിങ്ങൾ ജനിക്കുക. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കേണ്ട ലെസൺ പേഷ്യൻസ് ആണ്. ആ സംഭവം എപ്പോഴാണോ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, അതുണ്ടെങ്കിൽ ആ ഡ്രീമിലുള്ള എല്ലാവരും ആ ആസ്ട്രൽ വേൾഡിൽ ഉണ്ടാവും. അപ്പോൾ ആ ആസ്ട്രൽ ബോഡി നശിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ മെന്റൽ ബോഡി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുവിധം രക്ഷപ്പെട്ടു. നിങ്ങൾ സ്വർഗത്തിലെത്തി. നമ്മൾ സാധാരണ പറയുന്ന സ്വർഗവും അതാണ് ഈ സംഭവം, 2 കൺസെപ്റ്റ് വരുന്നത്. കാരണം ആസ്ട്രൽ ബോഡിന്റെ വളരെ ലോ ലെവലിലാണെങ്കിൽ നമ്മൾ നരകത്തിലാണ്. വേണം മൈൻഡ് ചെയ്യില്ല. വേണം അടുത്ത ജന്മം വന്ന് വീണ്ടും ഇന്റർവ്യൂ എടുക്കേണ്ടി വരും കേട്ടോ. വീണ്ടും ഇത് റിപ്പീറ്റ്. ഫയർ വരികയാണ്, പുഷ്പ അല്ല, ഫയർ വരുന്ന സമയത്ത് പറയുന്നു ഒരു സ്വാഭാവികമായിട്ട് എനിക്ക് വട്ടാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോയി പിന്നെ മലയാളീസിന്റെ അടുത്തേക്ക് പോകാൻ വലിയ ധൈര്യം സത്യം പറഞ്ഞാൽ ഇല്ല. ക്രൂശിക്കുന്നവരാണ് മലയാളികൾ. അല്ല, അപ്പൊ നമ്മൾ തന്നെ കാണാൻ ക്രൂശിക്കൂലേ. അപ്പം ഓരോരു പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിൽ ഇപ്പൊ ഈ ഇന്ത്യ ഡയലോഗ് കേട്ടാൽ ഞാൻ തന്നെ ചിലപ്പം എന്നെ എയറിലാക്കും. അപ്പൊ ഒരു കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ലോ ഓഫ് അട്രാക്ഷൻ, നിങ്ങൾ പലരും അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സോ ഇതിന് കോച്ചിങ് നൽകുന്ന ഒരാളാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ചിലപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും. ആൽക്കമിസ്റ്റ് ബ്രോ എന്നാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര്. അദ്ദേഹത്തിന് വേറൊരു പേജും കൂടി ഉണ്ട്, ദ സ്പിരിച്വൽ ലീഗ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. ആ പേജും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടാണ്, സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ടാണ്. നമുക്ക് വെൽക്കം ചെയ്യാം ആൽക്കമിസ്റ്റ് ബ്രോ, അല്ലെങ്കിൽ നിർമ്മൽ ചേട്ടൻ. ഏതാ വേണ്ടേ, ആൽക്കമിസ്റ്റ് ബ്രോ വേണോ നിർമ്മൽ ചേട്ടൻ വേണോ? പിന്നെ ഞാൻ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോ ആൽക്കമിസ്റ്റ് ബ്രോ ഒരു ദിവസം കൊണ്ട് നമ്മൾ വിചാരിച്ച് ഒരു പേജ് ഉണ്ടാക്കണം, മലയാളീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്തെങ്കിലും ഒരു പേര് വേണം, ആൽക്കമിസ്റ്റ് ബ്രോ എന്നിട്ട്. അല്ലാണ്ട് അതിന് പിന്നിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പുറത്തെ വീട്ടിലെ ചേട്ടനായി ആൾക്കാർക്ക് തോന്നണം, നെയ്ബർഹുഡ്. അതാണ് പദവികൾ എന്നും നമുക്കൊരു പ്രശ്നങ്ങളാണ്. നമ്മൾ കുറച്ചും കൂടി നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ആ ലാംഗ്വേജും ശൈലിയൊക്കെ അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന, അതുകൊണ്ടായിരിക്കും ആളുകളോട് കൂടുതൽ കണക്ട് ആവാൻ പറ്റും. അതാണ് എന്റെ വിശ്വാസം. കാരണം ആദ്യം കുറെ എതിർപ്പുകളുണ്ട്. കാരണം നമ്മുടെ ചെറിയ ഫ്രണ്ട് സർക്കിളിലൊക്കെ നിർമ്മല ഭാഷ ശ്രദ്ധിക്കൂ, ഞാൻ പറഞ്ഞു ഇന്നെ കൊണ്ട് ഇത് നടക്കുള്ളൂ, ഒരാൾക്ക് പറ്റുന്ന പണിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് ആ ലെവലിൽ തന്നെ ആയി പോകുന്നത്. എങ്ങനെയാണ് നിർമ്മൽ എന്ന് പറയുന്ന ചേട്ടൻ എങ്ങനെയാണ് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിപ്പെട്ടത്? അത് കാരണം സ്പിരിച്വൽ ലീഗ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. അപ്പം അതിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പല രാജ്യങ്ങളിലുള്ള ആൾക്കാരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാർ ഭയങ്കരമായ ഡിപ്രഷൻ, ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പണ്ട് മുതൽ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസസ് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് എത്തുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കിത് ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ മര്യാദ കമ്പനിക്കാരെ കൂടി ചില്ല് ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം. അതുവരെ നമ്മൾ വിചാരിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇങ്ങനത്തെ വലിയൊരു ഈശ്വര വിശ്വാസം ഇല്ല. എത്തിസ്റ്റാണ് പൂർണ്ണമായി. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. എത്തിസ്റ്റ് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യും. വെറുതെ അങ്ങോട്ട് എന്തെങ്കിലും അവർ പറയുമ്പോൾ അപ്പം തന്നെ അങ്ങോട്ട് വിഴുങ്ങുന്ന ഒരു സ്വഭാവം നമുക്ക് ഇല്ലല്ലോ. നമ്മൾ ചോദിക്കും. അങ്ങനെ ഓരോ സ്വാഭാവികമായിട്ടും ഈശ്വര വിശ്വാസം വളരെ കുറവാണ്. പിന്നെ നമ്മളെവിടെങ്കിലും എന്താ പറയുക, നമ്മളെ വീട്ടിൽ തന്നെ അങ്ങനത്തെ ഒരു ഫോളോയിങ് പരിപാടികളൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എന്നാലും അത്ര ഡെപ്ത് ആയിട്ട് പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ വളരെ കമ്പനിക്കാരുടെ ചില്ലൊക്കെ ചെയ്ത് നല്ല അങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു സ്പിരിച്വൽ അവേക്കനിങ്, ഉൾവിളിയാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ ആ ഉൾവിളി വന്നിട്ട് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു ഗട്ട്സ് എടുക്കുന്നതിലാണ് കാര്യം. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ആ സമയത്ത് ഇപ്പം ഏതെങ്കിലും സ്പിരിച്വൽ ആയിട്ട് ഏതെങ്കിലും ഗുരുക്കന്മാരും ഇവരൊക്കെ ഉടായിപ്പാണ്, ദൈവം എന്ന് പറഞ്ഞ എനർജിയാണ്. ആ എനർജി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന് നടുവിൽ വേറെ മീഡിയേറ്റേഴ്സിന്റെ ആവശ്യമില്ല. അങ്ങനത്തെ ഘോര ഡയലോഗൊക്കെ പെട്ടെന്ന് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നു. ഇപ്പോഴും എനിക്കും മെഡിറ്റേഷൻ ചെയ്യാൻ എങ്ങനെ ഒന്നും നമുക്കറിയില്ല. സ്വന്തമായി പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് തന്നെ എനിക്ക് എന്തോ ഒരു കണക്ഷൻ കിട്ടി. പിന്നെയാണ് പ്രശ്നം ഉണ്ടായത്. പിന്നെ നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അതിൻ്റെ മുൻപേ ഉള്ള നിർമ്മലും പിന്നെയുള്ള ആളും കംപ്ലീറ്റ്ലി മാറിപ്പോയി. പക്ഷെ അത് നമ്മളെ ആസ് എ പേഴ്സൺ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പല സ്ഥലത്തും നമ്മൾ അഭിനയിക്കേണ്ടി വരും. ഇപ്പം നമ്മളിപ്പം നമ്മളൊരു നാട്ടിൻപുറം വൈബൊക്കെ ഉണ്ടല്ലോ,
എന്താ പറയുക ചെറിയ രണ്ടെണ്ണം അടിക്കുക, കല്യാണത്തിന് സഹായിച്ചെടുക്കുക, അങ്ങനെയൊക്കെ ആ ഒരു വൈബിൽ നിൽക്കുന്ന ആള് വീണ്ടും അങ്ങനെ നല്ലൊരു ഫ്രണ്ട് സർക്കിളൊക്കെ ഉള്ള ഒരാള് പിന്നെ ആ സർക്കിളിലേക്ക് പോകുമ്പോൾ കാരണം നമുക്ക് അവിടെ നിന്നാൽ മതി നമ്മൾ വിചാരിക്കുക, ആ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ നിന്നാൽ മതി, അതാണ് നമുക്ക് ഏറ്റവും വലുത്. പക്ഷെ ഇത് കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ ആ ഒരു സിങ്ക് പഴയ പോലെ കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് ഓരോ വേണം താനും ഓരോ പക്ഷെ അപ്പൊ നമ്മൾ ആക്ട് ചെയ്യേണ്ട ആക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പം അങ്ങനെയൊക്കെ കാരണം ശരിക്കും പറഞ്ഞൊരു അവേക്കനിങ് വന്നാൽ അങ്ങനെ വരണം, നമ്മൾ ട്രാൻസ്ഫോം ആവണം. കാരണം ഇതിപ്പം പണ്ടിന്റെ കൂടെ കോളേജ് പഠിച്ച ആൾക്കാരൊക്കെ ഞാനിങ്ങനെ സ്പിരിച്വൽ പറയാണ് ആ ചെങ്ങായോ അത്രയോ അങ്ങനെ നടന്നൊരു ആളാണ്. പക്ഷെ ഞാൻ പറഞ്ഞ അത് എന്തോ അങ്ങനെ സംഭവിച്ചു. അതിനുശേഷം സ്വാഭാവികമായിട്ടും നമ്മുടെ നമുക്ക് എന്തെങ്കിലും നമ്മളതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി, നോളജൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുമ്പോൾ യൂട്യൂബിൽ നോക്കുന്നു, പുസ്തകങ്ങൾ ചെറിയ അതുവരെ പുസ്തകമേ വായിക്കാത്ത ആളെ ഞാൻ എപ്പോഴെങ്കിലും ഒരു ഹാരി പോട്ടർ ഏതൊരു ഒന്നാമത്തെ സീരീസ് ഒന്നാമത്തെ ചാപ്റ്റർ അല്ല ഒന്നാമത്തെ പുസ്തകം വായിച്ച തന്നെ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടാണ്, അതുവരെ പുസ്തകം വായിക്കാത്ത ആളാണ് ഞാൻ. അങ്ങനെയുള്ള ആള് പിന്നെ പുസ്തകത്തിലേക്ക് ഇതാവുന്നു, കുറെ കാര്യങ്ങൾ പഠിക്കണം, ആ ഒരു ഫയർ വരികയാണ്. പുഷ്പ അല്ല ഫയർ വരുന്ന സമയത്ത് അപ്പൊ പിന്നെ ഇതെങ്ങനെങ്കിലും ഈ നോളജ് കാരണം ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ചിലവർക്ക് വെച്ചാൽ ഒരു ഭയങ്കര സൈലന്റ് ആയി ഇതൊരു ആ ലെവലിലേക്ക്, ചിലർക്ക് ഇത് ആരോടെങ്കിലും പറയണം. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാച്ചെങ്കിൽ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഏതൊരു സാധാരണ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സ്വാഭാവികം നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി നമ്മൾ സ്പിരിച്വാലിറ്റിന്റെ കാര്യങ്ങൾ പറയുന്നു. ഒരു സ്വാഭാവികമായിട്ട് ഒരു എനിക്ക് വട്ടാണെന്ന് വിചാരിക്കുന്നു. നല്ല നിർമ്മല എനിക്ക് എന്താ കാരണം നമ്മള് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സാധാരണ ഭക്ഷണത്തിന്റെ കാര്യം, കൂട്ടുകാരുടെ കാര്യം, പുതിയ സിനിമേന്റെ കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല ചില്ലായി നടക്കുന്ന ആൾ പെട്ടെന്ന് സ്പിരിച്വൽ കാര്യം പറയുമ്പോൾ ഒരു കൊണ്ട് സിങ്ക് ആവുന്നേ ഇല്ല. അങ്ങനെ വൺ ഫെയിലർ ആയി. പിന്നെ അങ്ങനെയാണ് നമ്മൾ സ്പിരിച്വൽ ലീഗ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ അത് പുറത്തുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് അതിലേക്ക് വരുന്നു. അങ്ങനെയാണ് അത് ക്ലിക്കായിട്ട് ആ ലെവലിലേക്ക് പോകുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കൂടുതൽ അതിനെ കുറിച്ച് അറിയാനും അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു എഞ്ചിനീയറാണ്. അപ്പോൾ ആ വഴിക്ക് ഉള്ള പരിപാടികളും ഉണ്ട്. അങ്ങനെ പോയി പിന്നെ മലയാളീസിന്റെ അടുത്തേക്ക് പോകാൻ വലിയ ധൈര്യം സത്യം പറഞ്ഞാൽ ഇല്ല. ക്രൂശിക്കുന്നവരാണ് മലയാളികൾ. അപ്പൊ നമ്മൾ തന്നെ കാണാൻ ക്രൂശിക്കൂലേ. അപ്പം ഓരോരു പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിൽ ഇപ്പൊ ഈ ഇന്ത്യ ഡയലോഗ് കേട്ടാൽ ഞാൻ തന്നെ ചിലപ്പം എന്നെ എയറിലാക്കും. അപ്പൊ ഒരു കുറ്റം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് വെറുതെ ഒരു ആൽക്കെമിസ്റ്റ് ബ്രോ എന്നുള്ള സംഭവം തുടങ്ങിയത്. അങ്ങനെ ഇപ്പൊ ഏകദേശം ഇവിടെ എത്തി നിൽക്കുകയാണ്. എന്താണ് ആൽക്കെമിസ്റ്റ് ബ്രോനെ സംബന്ധിച്ച് എന്താണ് സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ ഇപ്പൊ സാധാരണക്കാര്, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാച്ചെങ്കിലും ചിലപ്പോൾ നമ്മളെ മെറ്റീരിയലിസ്റ്റിക്കലി ഭയങ്കര സക്സസ് ആവും. നമുക്ക് നമ്മൾ വിചാരിച്ചൊരു ഫാമിലി നമുക്ക് കിട്ടും, നമുക്ക് എന്താ പറയുക നല്ല ഫ്രണ്ട്സ് ഉണ്ട്, സക്സസ് മണി പൈസയുടെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര സക്സസ് ആവും. എല്ലാം കൊണ്ടും സക്സസ് ആയിട്ടുണ്ടെങ്കിലും ഒരു പീരീഡ് എത്തുന്ന സമയത്ത് ആർക്കു വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ നിൽക്കുന്ന ഒരു പീരീഡ് നമുക്ക് ഉണ്ടാവാം. പക്ഷെ ഇതിലൊന്നുമല്ല സക്സസ്. അപ്പോൾ എന്താണ് സക്സസ്? അപ്പം സ്പിരിച്വാലിറ്റി എന്നെ സംബന്ധിച്ചൊരു സെൽഫ് ഡിസ്കവറി ആണ്. സെൽഫ് ഡിസ്കവറി മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെ തന്നെ കണ്ടെത്തുന്ന ഒരു സംഭവം. അപ്പം അത് റിലീജൻ ഉണ്ട്. പക്ഷെ റിലീജൻ എന്ന് പറയുന്ന സമയത്ത് അതൊരു ഓർഗനൈസ്ഡ് ആണ്. അതൊരു ചിട്ടയായിട്ടുള്ള ഈ സമയത്ത് ഇങ്ങനെ ഇത് ചെയ്യണം, ഓരോ എന്ത് സംഭവമാണെങ്കിലും അതിനായിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ കണക്ട് ആവില്ല. പക്ഷേ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സമയത്ത് അതൊരു സോൾ ലെവൽ ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ സോൾ ലെവൽ കാരണം എൻ്റെ ഒരു സ്പിരിച്വാലിറ്റി ആയിരിക്കില്ല ഇപ്പം ശില്പേൻ്റെ സ്പിരിച്വാലിറ്റി. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്കെന്താണ് കറക്റ്റ് ആവുന്നത്, നമുക്കെന്താണ് ഷൂട്ട് ആവുന്നത്, അപ്പം ആ രീതിയിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരു സീക്കർ ആവുകയാണ്. അപ്പം നമ്മൾ സീക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് പല ആൻസേഴ്സും വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ യൂണിവേഴ്സിൽ വിശ്വസിക്കാൻ തുടങ്ങും. ആ ഒരു ഫേസ് ഉണ്ടാവും. കാരണം ഞാനത് ഓരോ ഫേസ് ആയിട്ട് നമ്മൾ പറയാം. കാരണം ഫസ്റ്റ് നമ്മൾ ഭയങ്കര ഏത്തിസ്റ്റ് മനോഭാവമുള്ളൊരു ഫേസ് ഉണ്ടാവും എല്ലാത്തിനും. അല്ല, ഫസ്റ്റ് നമ്മൾ സത്യം പറഞ്ഞ റിലീജിയസ് ആണ്. നമ്മുടെ വീട്ടുകാർ എന്തൊക്കെയാണോ പറഞ്ഞു വരുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവരെന്തൊക്കെയാണോ പറയുന്നത് ആ രീതിയിൽ തന്നെ പോകുന്ന ഒരു മെക്കാനിക്കലായിട്ട് ആ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. പിന്നെ അതൊന്നും ശരിയില്ല എന്ന് പറഞ്ഞ ഏത്തിസ്റ്റ് സ്പേസ് നമുക്ക് വരാം. നമ്മളെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും, ഇത് ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെയുള്ള ആ ഫേസ് വരാം. പിന്നെ വരുന്ന ഒരു ഫേസ് ആണ് ഈ ഒരു ചെറിയൊരു സ്പിരിച്വൽ എന്തെങ്കിലും ഒരു ലെവലിൽ. അത് ഞാൻ പറഞ്ഞില്ല, പല ആൾക്കാർക്കും ഈ ഒരു ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ എത്തുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ് സ്പിരിച്വാലിറ്റി എത്തുന്നത്. അപ്പൊ ആ ഫേസും കടന്ന് നമ്മൾ യൂണിവേഴ്സിലൊക്കെ വിശ്വസിച്ച എനർജിയാണ് എല്ലാ ആ രീതിയിൽ എത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഫേസും കൂടി ഉണ്ട്. അവിടെ എത്തുന്ന സമയത്താണ് നമ്മൾ ആ ഒരു ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ആക്കുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ പണ്ട് നമ്മുടെ വീട്ടുകാർ പറഞ്ഞ സംഭവങ്ങൾ, ഈ റിലീജിയസ് ആയ സംഭവങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? കാരണം ഔട്ടർ ടീച്ചിങ്സ് അപ്പം നമുക്കറിയാം, പുറത്തുള്ള ടീച്ചിങ്സേ നമുക്കറിയുള്ളൂ. ഇപ്പം ഉള്ളിൽ എന്താണ് ഇന്നർ ടീച്ചിങ്സിലേക്ക് അറിഞ്ഞ് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും പിന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്, അതിന് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതിനെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്.
ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന ഫീലിങ്സ് ആണോ സ്പിരിച്വാലിറ്റി? അല്ല, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷൻ അല്ല, അത് ഈ ഒരു പാത്ത് തന്നെയാണ്. അത് സെൽഫ് ഡിസ്കവർ ചെയ്യുന്ന പാത്താണ്. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വേണം നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എൻലൈറ്റ്മെന്റ് പരിപാടിയൊക്കെയാണ്. പക്ഷെ അതൊക്കെ നമ്മൾ വളരെ വിദൂരമായൊരു സ്വപ്നം മാത്രമാണ്. നമ്മളിപ്പോൾ എല്ലാവരും ഒരു അവേക്കനിങ് സ്റ്റേജിലാണെന്ന് വേണം ഞാൻ പറയാം. എല്ലാവരും ചെറുതായിട്ടൊന്ന് അറിഞ്ഞു വരുന്നു. പക്ഷെ അതിന്റെ അർത്ഥം നമ്മൾ അവേക്കൻഡ് എന്ന് പറഞ്ഞാൽ ബോധോദയം നമുക്ക് ഉണ്ടായി എന്നല്ല, അതിലേക്കുള്ള ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ വെച്ചു എന്ന് മാത്രമാണ്. അപ്പൊ അത് വളരെ എങ്ങനെയാണ് അപ്പൊ ആ ബോധോദയം ഉണ്ടാവുക? ബോധോദയം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ചില ആൾക്കാർക്ക് വരുന്നത് വെച്ചാൽ അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഒരു പീരീഡ് ആ സമയത്ത് എല്ലാവർക്കും ഈ ഒരു അവേക്കനിങ്, ബോധോദയം എന്ന് പറയാൻ പറ്റൂല. അത് ബോധോദയം എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയല്ലോ, അതല്ല. പക്ഷെ ഈ ഒരു സമയത്തേക്ക് എത്തണം എന്ന് വേണം പറയാം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിനെ കുറിച്ച് പറയുകയാണ്. കാരണം റൂട്ട് റേസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പൊ അത് വെച്ച് പറയുകയാണെങ്കിൽ ഒരു ടൈം ആവുമ്പോൾ എല്ലാവർക്കും അതിനു വേണ്ടി റെഡിയാവും. അതിന് നമ്മൾ റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ലൈഫ് റെഡിയാക്കിപ്പിക്കും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പല ആൾക്കാർക്കും ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷൻ, ഭയങ്കരമായിട്ടുള്ള ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസ്, ബ്രേക്കപ്പ് അങ്ങനത്തെ വന്നിട്ട് ഇവർ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. കാരണം അവരായിട്ട് റെഡി ആവാണ്ട് ലൈഫ് അവരെ അങ്ങോട്ട് പുഷ് ചെയ്യുന്നൊരു എഫക്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അതൊരു പറയുന്നുണ്ട്. കാരണം അത് സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്കാർ വളരെ മുന്നിലാണ് എന്നൊന്നുമല്ല അതിൻ്റെ കൺസെപ്റ്റ്. കാരണം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. എന്നോട് ചില സമയത്ത് ഇവിടെ ഇന്റർവ്യൂവിന് വരുന്ന 2-3 പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഇന്റർവ്യൂസ് എടുക്കേണ്ടി വന്നത്. ഇപ്പൊ ഞാൻ എടുക്കുന്ന ഇന്റർവ്യൂസ് മൊത്തം ഈ സ്പിരിച്വൽ മേഖലയിലുള്ള ഇന്റർവ്യൂസ് ആണ് ഞാൻ കൂടുതൽ എടുക്കുന്നത്. അത് എടുക്കേണ്ടി വന്നത് എന്റെ നിയോഗമാണ്, എന്റെ ഒരു സോൾ കണക്ഷൻ കൊണ്ടാണ് ഞാൻ ആ ഇന്റർവ്യൂസ് എടുക്കാൻ എനിക്ക് ചെയ്യേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ അത് എനിക്ക് തരുന്ന ഒരു ഹിന്റ് ആയിരിക്കുമോ ഞാൻ ആ ഒരു പാത്തിലേക്ക് മാറിപ്പോണം എന്നതിനുള്ള ഒരു ഹിന്റ് ആയിരിക്കും? ഹിന്റായിട്ട് മാഡത്തിന് തന്നത്, പക്ഷെ മാഡം എടുക്കൂലേ എന്നുള്ളത് മാഡത്തിന്റെ തീരുമാനം. ഇപ്പൊ ഇത്രയും സംഭവം മാഡത്തിന് തന്ന് മാഡം മൈൻഡ് ചെയ്യില്ല. മാഡം അടുത്ത ജന്മം വന്ന് വീണ്ടും ഇന്റർവ്യൂ എടുക്കേണ്ടി വരും കേട്ടോ. വീണ്ടും ഇത് റിപ്പീറ്റ്. കാരണം കർമ്മ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. കർമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മുന്നിൽ ഒരു സംഭവം നടക്കുകയാണ്. കാരണം ഇതിന്റെ മെയിൻ പർപ്പസ് വെച്ചാൽ നമുക്കൊരു ആത്മാവുണ്ട്. ആത്മാവിന്റെ മുകളിൽ ഒരു ഉന്നതാത്മാവ് പറഞ്ഞ പരിപാടി ഉണ്ട്. ഒരു ഉന്നതാത്മാവ്, ശരിക്കും ഉന്നതാത്മാവാണ് നമ്മൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് അഹം ബ്രഹ്മാസ്മി തത്വം ആ പറയുന്ന ആളല്ല, പക്ഷെ അതിന്റെ നടുവിലേക്ക് ഒരു ഉന്നതാത്മാവുണ്ട്. ഈ ഉന്നതാത്മാവിൽ നല്ലത് മാത്രമേ ഉള്ളൂ, നല്ലതേ ഉള്ളൂ. പക്ഷെ ഉന്നതാത്മാവ് പെർഫെക്റ്റ് അല്ല. ആ ഉന്നതാത്മാവിന് പെർഫെക്ഷൻ വരണം, എന്നിട്ടാണ് അത് മുകളിലേക്ക് ഡിവൈൻ സ്പാർക്ക് നമ്മൾ പറയാം, അതിലേക്ക് ലയിക്കാം. കാരണം അതിനൊരു റെവല്യൂഷൻ കിട്ടാം. അപ്പൊ അതിന് ഒരുപാട് കാര്യങ്ങൾ ആ ഉന്നതാത്മാവ് പഠിക്കണം. അപ്പൊ അതിനു വേണ്ടി ഉന്നതാത്മാവിന്റെ ഒരു പോർഷൻ താഴത്തേക്ക് വിടും. അതാണ് നമ്മുടെ ആത്മാവ്. ആ ആത്മാവിന് ഒരുപാട് ഒരു ബോഡിയല്ല. അപ്പൊ ഫിസിക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോഡി, ഇതല്ലാണ്ട് നമുക്കൊരു 7 ബോഡീസ് കൂടി ഉണ്ട്. അപ്പൊ അത്രയും ബോഡീസ് ഒക്കെ തന്ന് വ്യക്തമായൊരു ഫോർമാറ്റ് ഉണ്ട് അതിന്. അങ്ങനെ നമ്മളിവിടെ എത്തി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഈ ആത്മാവ് നേരെ പോകേണ്ടത് ഉന്നതാത്മാവിലേക്കാണ്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്തൊക്കെ പഠിച്ചു. അപ്പം ആ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ നല്ലത് മാത്രം അവിടെ നോട്ട് ചെയ്ത് വെക്കും. അപ്പം നിങ്ങൾ അവിടെ ഒരു ലവ് എന്ന എസ്പെക്റ്റ് ആണെങ്കിൽ ലവിൻ്റെ എല്ലാ സംഭവങ്ങളും അവിടെ വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമ്പാഷൻ വേണം, അനുകമ്പ, പിന്നെ പേഷ്യൻസ്. ഇപ്പം നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഉന്നതാത്മാവിൽ പേഷ്യൻസ് ഇല്ല. പേഷ്യൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ജന്മത്തിൽ എങ്ങനത്തെ ഒരു വീട്ടിലായിരിക്കും ജനിക്കുക? നിങ്ങളുടെ പേഷ്യൻസ് മാക്സിമം പരീക്ഷിക്കുന്ന വീട്ടിലായിരിക്കും നിങ്ങൾ ജനിക്കുക. അപ്പം നിങ്ങളുടെ ക്ഷമ മാക്സിമം അവിടെ പരീക്ഷിക്കും. നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ക്ഷമ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കേണ്ട ലെസൺ പേഷ്യൻസ് ആണ്. ആ സംഭവം എപ്പോഴാണോ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, അപ്പോൾ പിന്നെ നിങ്ങളുടെ ഉന്നതാത്മാവിൽ അതവിടെ സ്റ്റോറായി, അത് ഒരു ടിക്ക് മാർക്ക് ഇട്ടു. ഇനി അടുത്ത സംഭവം എന്താണ്? അങ്ങനെ അത് ഓരോ ജന്മത്തിനും ടിക്ക് മാർക്ക് ഇട്ട് പെർഫെക്ഷൻ ആവണം. പക്ഷെ ചില ജന്മങ്ങളിൽ നമ്മളിവിടെ കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞ് ഗ്ലോസിതൊക്കെ പറഞ്ഞ് ചില്ല, ഇങ്ങനെ ആ ലെവലിൽ തന്നെ പോകും. നമ്മളൊന്നും പഠിച്ചില്ല. കാരണം ആ ഉന്നതാത്മാവിന്റെ ഒരു ദിവസമാണ് നമ്മുടെ എൻ്റയർ ജീവിതം. മനസ്സിലായി? അപ്പം ഓവർക്ക് ഇത് വലിയ സംഭവം ഒന്നല്ല.
നമുക്ക് ഇവിടെ കഷ്ടപ്പാടും പെടാപ്പാടും ബുദ്ധിമുട്ടും ഫുൾ ചൊറയും വലിയാണ്. പക്ഷെ മൂപ്പർക്ക് അത് ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ആ ദിവസം കഴിയുന്ന സമയത്ത് ഇവർ തിരിച്ചവിടെ എത്തുന്നു, വീണ്ടും ഇനി എന്തൊക്കെയാ ക്വാളിറ്റീസ് പഠിക്കാനുള്ളത്, വീണ്ടും നമ്മൾ വിടുന്നു. ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് എന്നാണോ നമ്മൾ ഇനി ഇവിടെ നിന്നൊന്ന് പഠിക്കാനില്ല എന്ന ലെവലിലെത്തുന്നത്, അപ്പം അത് നമ്മൾ പറയാച്ചുണ്ടെങ്കിൽ ആത്മാവിൻ്റെ മാത്രം ഡെവലപ്മെൻ്റ് അല്ല, നമ്മുടെ ബോഡീസിൻ്റെ ഡെവലപ്മെൻറ്റും കൂടി പറയും. കാരണം നമ്മുടെ ബോഡീസും ഡെവലപ്പ് ആവണം. ബോഡീസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫിസിക്കൽ ബോഡിയാണ്. അപ്പം നമ്മുടെ ഇമോഷൻസ് എല്ലാം കിടക്കുന്നത് നമ്മുടെ ആസ്ട്രൽ ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. ആസ്ട്രൽ ട്രാവലിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, പ്രൊജക്ഷൻ, ഈ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കിടക്കുന്നത് നമ്മുടെ ഒരു ബോഡി തന്നെയാണ്. അതിൻ്റെ അപ്പുറത്ത് മെന്റൽ ബോഡി ഉണ്ട്. അങ്ങനത്തെ ഒരു 7 ബോഡീസ് ഉണ്ട്. അപ്പോൾ അത് ബോഡീസിനെ കുറിച്ച് എന്താ പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഫിസിക്കൽ ലോകത്താണ്. ഫിസിക്കൽ ലോകത്ത് നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യണം, ഫിസിക്കൽ ബോഡി വേണം. സിമ്പിൾ. ആസ്ട്രൽ വേൾഡ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾ ആസ്ട്രൽ ബോഡി വേണം. അപ്പൊ മാഡം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചെയ്തിട്ടുണ്ട്. മാഡം ഉറക്കത്തെ സ്വപ്നം കാണല്ലേ? അതാണ് സംഭവം. അപ്പൊ ആസ്ട്രൽ പ്രൊജക്ടർ ഒന്നും വേണ്ട, വലിയ മെഗാ തെലുങ്ക് പടത്തിലേക്ക് നമ്മൾ പോണ്ട, സിമ്പിൾ മതി. സത്യനന്ദിക്കാട് പടം സ്വപ്നം കാണുന്ന സമയത്ത് അത് നിങ്ങൾ ആസ്ട്രൽ വേൾഡിലാണ്. അപ്പൊ നിങ്ങൾ അവിടെ മരിച്ചുപോയ ആൾക്കാരെ കാണുന്നുണ്ട്, പല സംഭവങ്ങളും, പിന്നെ ഒരു ലോജിക്ക് ഇല്ലാത്ത ഓരോ സംഭവങ്ങൾ കാണുന്നു. ഇതൊക്കെ നിങ്ങൾ ആസ്ട്രൽ വേൾഡിൽ. അപ്പൊ ആസ്ട്രൽ വേൾഡിൽ നിങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആസ്ട്രൽ ബോഡി വേണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ബോഡി അവിടെ വെച്ച് ആസ്ട്രൽ ബോഡി എടുത്തിട്ടാണ് സ്വപ്നം കാണുന്നത്. പിന്നെ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും സൗണ്ട് പെട്ടെന്ന് ഞെട്ടിയിട്ടാണ് മണിക്കുക. ആ ഞെട്ടി തന്നെ സോൾ പെട്ടെന്ന് കയറുന്നത്, അങ്ങനെ വേണം പറയാം. അപ്പം ആസ്ട്രൽ വേൾഡിലാണ് നമ്മളെ ഇമോഷൻസ് മുഴുവൻ കിടക്കുന്നത്. അപ്പം നമ്മുടെ എന്താ പറയാ, ചില ആൾക്കാർ ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര എന്താ പറയുക, നമ്മുടെ മോൻ, നമ്മുടെ സ്വത്തുക്കൾ, നമ്മുടേത്, അങ്ങനെ നമ്മുടെ മെറ്റീരിയലിസ്റ്റിക്കലി ഭയങ്കര ഇതാവും, ഭയങ്കര ഇമോഷണൽ ആവുന്ന ആൾക്കാർ ആസ്ട്രൽ ബോഡി ഭയങ്കര സ്ട്രോങ് ആയിരിക്കാം. ഓക്കെ. ഇപ്പൊ മെന്റൽ ബോഡി എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അവിടെയാണ് നമ്മുടെ മനസ്സിരിക്കുന്നത്. ഇപ്പൊ മെന്റൽ ബോഡി നമ്മുടെ എത്തറിക് എന്ന് പറഞ്ഞാൽ ഓറൊക്കെ കിടക്കുന്ന സംഭവത്തിലാണ്. അപ്പൊ അതിലൂടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് മെന്റൽ ബോഡിയും കിടക്കുന്നത്. അപ്പം ഒരാൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ ആസ്ട്രൽ ബോഡിയും മരിക്കണം, മെന്റൽ ബോഡി തന്നെ ലോവർ മെന്റൽ ബോഡിയാണ്, അങ്ങനെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതും കൂടി നശിക്കുന്ന സമയത്ത് മാത്രമേ ഒരു ജന്മം മുഴുവൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. വീണ്ടും പുനർജന്മം ഉണ്ടാവും. അതെ. കാരണം ഒരാള് ഇപ്പൊ പെട്ടെന്ന് മരിക്കുന്ന സമയത്ത് അയാളെ ഫിസിക്കൽ ബോഡി മാത്രമാണ് നശിച്ചു പോകുന്നത്, ആസ്ട്രൽ ബോഡി പിന്നെ അയാൾ ആസ്ട്രൽ ബോഡിയിൽ കിടക്കുകയാണ്. അവിടെയാണ് ചിലപ്പോൾ നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ സംഭവവും അവിടെ കിടക്കും. കാരണം ഉന്നതാത്മാവിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞു പോസിറ്റീവ് സാധനമേ പോവുള്ളൂ, ഈ സാധനം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റൂല. ചിലപ്പോൾ അത് അവിടെ കിടക്കും. ആയിരക്കണക്കിന് വർഷം ചിലപ്പോൾ അവിടെ കിടക്കേണ്ടി വരും. അപ്പൊ മനസ്സിലാക്കുക, നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നിൽക്കുന്ന സമയം അത് നമ്മുടെ എൻ്റയർ ജന്മത്തിലെ ഒരു 10% മാത്രമേ ഉള്ളൂ. ഫിസിക്കൽ ബോഡി നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആസ്ട്രൽ ബോഡിയിലാണ്. ആസ്ട്രൽ ബോഡി ഇപ്പം ഇന്ന് മാഡം സ്വപ്നം കാണുന്ന സമയത്ത് എന്താ, ഈ മരിച്ചുപോയ ആൾക്കാരും അവിടെ ഉണ്ടാവാം, നമുക്ക് പോവാത്ത ആൾക്കാർ അവിടെ ഉണ്ടാവാം. അപ്പം നമ്മൾ ആ സമയം സ്വപ്നം കാണുന്ന ആ ഡ്രീമിലുള്ള എല്ലാവരും ആ ആസ്ട്രൽ ബോഡിയിൽ ഉണ്ടാവും. അപ്പം ആ ആസ്ട്രൽ ബോഡി നശിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ മെന്റൽ ബോഡി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുവിധം രക്ഷപ്പെട്ടു. നിങ്ങൾ സ്വർഗത്തിലെത്തി. നമ്മൾ സാധാരണ പറയുന്ന സ്വർഗവും അതാണ് ഈ സംഭവം, 2 കൺസെപ്റ്റ് വരുന്നത്. കാരണം ആസ്ട്രൽ ബോഡിന്റെ വളരെ ലോ ലെവലിലാണെങ്കിൽ നമ്മൾ നരകത്തിലാണ്. അത് നിങ്ങള് ദൈവം ശിക്ഷിക്കുന്നൊന്നല്ല, നമ്മൾ എന്തൊക്കെയാണോ ചെയ്ത് കൂട്ടിയത് അതൊന്ന് വാഷ് ഔട്ട് ചെയ്യണം. അത് വാഷ് ഔട്ട് ചെയ്യാൻ ചിലപ്പോൾ സമയമെടുക്കും. വളരെ മോശമായിട്ട് ഒരുപാട് സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാഷ് ഔട്ട് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അത് അവർക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് അവിടെ നിൽക്കുന്ന പോലെ തോന്നാം.